ഹായ് ലെൻ ഫോർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളായിട്ട് NCA കാറ്റഗറിക്കാർക്ക് വേണ്ടിയിട്ട് ഫീൽഡ് വർക്ക് എന്നൊരു പരീക്ഷ നടക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ മാത്സിന്റെ ഭാഗം ചോദിച്ച 10 ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ്. ഈ ഒരു പരീക്ഷ എല്ലാ കാറ്റഗറിക്കാർക്കും ഇല്ലായിരുന്നു. NCA എന്ന് പറയുന്നത് പ്രത്യേകം കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നടന്നത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10th സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് സംഖ്യകളുടെ ഉസാഗ HCF 8ഉം അവിടെ ഗുണനഫലം 256 ആയാൽ ആ സംഖ്യകളുടെ ലസാഗു എത്രയാണ്. അപ്പോൾ അടുത്തുള്ള കുറെ പരീക്ഷകൾ സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേണിൽ ലസാഗു ഉസാഗ വെച്ചിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക പറഞ്ഞിട്ടല്ലോ. അപ്പോ അവിടെ HCF ഉസാഗ 8 എന്നുണ്ട്, അവിടെ ഗുണനഫലം എത്ര എന്നുണ്ട് 256 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലസാഗു എത്ര എന്നാണ് നമുക്കറിയാലോ. ലസാഗു ഇൻറ്റു ഉസാഗ, ലസാഗു ഇൻറ്റു ഉസാഗ, LCM ഇൻറ്റു HCF ഈക്വൽ ടു എന്താണ്, A ഇൻറ്റു B ആണ് ഇല്ലേ. ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അവിടെ ലസാഗുവിന്റെയും അവിടെ ഉസാഗയുടെയും LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, ഇതോടെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അവിടെ ലസാഗു ഉസാഗ തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്, ഉസാഗ 8 എന്നുണ്ടെന്നല്ലോ. LCM അറിയത്തില്ലേ, LCM ഇൻറ്റു HCF എത്ര 8 എന്നുണ്ട്. അവിടെ ഗുണനഫലം എത്ര എന്നുണ്ട് 256. അതായത് A ഇൻറ്റു B ചെയ്തതാണ് എത്ര 256. അപ്പൊ അവിടെ LCM ഇപ്പൊ എന്തുടാ, LCM ഈക്വൽ ടു ഇവിടെ ഇൻറ്റു 8 അല്ലേ, ഇവിടെ 8 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഗുണനം ആണല്ലോ. അപ്പൊ ഇവിടെ ഇൻറ്റു 8 ആണെങ്കിൽ ഇപ്പുറത്തെ എന്ത് ചെയ്യുക, ഹരിക്കുക പറഞ്ഞല്ലോ. അവിടെ ഗുണനമാണെങ്കിൽ ഇപ്പുറത്തെ എന്ത് ചെയ്യുക, ഹരിക്കുക. 256/8. ഓക്കെ, 28 എത്ര പ്രാവശ്യം, 3 8 24, ഒരു പ്രാവശ്യം 16 2. ഓക്കെ, 32 എന്ന് കിട്ടും. 32. ഓക്കെ ആണോ, എളുപ്പമല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം 0.232323 എക്സിറ്റ് ആണ്. ഇത് ഒരു SCRT ക്വസ്റ്റ്യൻ ആണ്. SCRT ക്വസ്റ്റ്യൻ ആണ്. 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 0.232323 എക്സെട്ര എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നക ഏതെന്നാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഇത്തരത്തില് അതായത് അക്കങ്ങൾ ആവർത്തിക്കുന്ന ദശാംശ രൂപങ്ങളാ നമുക്ക് എന്ത് ചെയ്യാം, PBQ ഫോമില് ഭിന്നസംഖ്യ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അക്കങ്ങൾ ആവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കാം, 0.4444 എക്സെട്ര. ഈ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് എന്ത് ചെയ്യാം, 4 ബൈ അവിടെ ഒരു അക്കമാണ് ആവർത്തിക്കുന്നത് ആണല്ലോ, ഒരു അക്കമാണ് ആവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4/9 കൊടുക്കാം, 4/9. ഓക്കെ ആണോ. ഇനി രണ്ട് സ്ഥാനം ആവർത്തിക്കുകയാണെങ്കിലോ, പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ള 2 3 എക്സെട്ര അവിടെ എന്ത് ചെയ്യാം, അപ്പോ അവിടെ രണ്ട് സ്ഥാനം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, 23 ആ രണ്ട് അക്കം എഴുതിയിട്ട് എത്ര 9 കൊടുക്കുക, 2 9 കൊടുക്കുക കേട്ടോ. 23/99. അപ്പൊ രണ്ട് സ്ഥാനം ആവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ ആ രണ്ടക്കം എഴുതിയിട്ട് ബൈ 99 കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് പറയും, 23/99. ഇപ്പൊ 3 സ്ഥാനം ആവർത്തിക്കുന്നു വിചാരിക്കുക, 0.123 എക്സെട്ര അങ്ങ് പോകണമെന്ന് വിചാരിക്കുക. എങ്കിൽ എന്ത് വരാം, 123 ബൈ എത്ര 9, 3 9 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കണക്കുകളാണ് വെക്കുക. ഇതില് SCRT-കാർക്ക് ഈ ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും NCRT ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്തുണ്ട്, ഇതിനേക്കാൾ അല്പം കൂടെ ഡീപ്പായിട്ട് എന്തുണ്ട് അവർക്ക് പഠിക്കാനുണ്ട് പറഞ്ഞിട്ടല്ലോ. അപ്പോ ഇനി വരുന്ന പരീക്ഷയിൽ പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, അതോടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഇതിപ്പോ പോയിന്റ് ഇങ്ങനൊക്കെ വെച്ചല്ലേ, ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. 1 പോയിന്റ് ഇപ്പോ 2, അടുത്ത് 3 4 3 4 3 4 ഇങ്ങനെ പോകും. ഓക്കെ, അതായത് അവിടെ 3 4 ആയിരിക്കും അവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ബാക്കി ഇത് രണ്ടൊന്നുമില്ല അവിടെ ആവർത്തിക്കത്തില്ല പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനത്തെ ടൈപ്പുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, NCRT ടെക്സ്റ്റ് ബുക്കുകൾ ബേസ് ചെയ്ത് കൂടെ ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക പറഞ്ഞല്ലോ. ഇനി ഇതിൽ നിന്ന് അല്പോടൊന്ന് കയറി ചോദിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ പഠിച്ചു വെച്ചിരിക്കാം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിരുന്നാണ്. അപ്പോൾ ഏറ്റവും ചെറിയെന്ന് വലുതിലോട്ട് അല്ലെങ്കിൽ വലുതും ചെറുതോട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കടാ, പോയിന്റ്
813 ഇവിടെ 0.5 ഇവിടെയോ 0.7 7 സംതിങ്. ഓക്കെ, നമുക്കറിയാം 0.7 ചെറുതല്ലടാ 0.514 ആണല്ലോ. എപ്പോഴും ആ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് വരുന്ന സംഖ്യ എന്തായിരിക്കും? വലുതായിരിക്കും. ഒന്നിച്ചോണേ, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്തുള്ള സംഖ്യ വലുതായിരിക്കും. ഓക്കെ, നമ്മുടെ 0.7 ചെറുതാണ് 5 ആണല്ലോ. അപ്പൊ ഈ ഒരു ഇതൊരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അടുത്ത് ഇവിടെ രണ്ടാമത്തേല് 0.7 ഇവിടെയും 0.5 വരുന്നല്ലോ, 5 സംതിങ് അല്ലേ. അപ്പൊ ഇവിടെ 0.7 ചെറുതല്ലേ, അപ്പൊ ഇതും അവിടെ തെറ്റാണ്. ഓക്കെ, അടുത്ത് ഇവിടെയോ 0.5 വലുതാണ് 0.7, 0.7 വലുതാണ് 0.8. ഓക്കെ, ബാക്കി നമ്പേഴ്സ് നോക്കണ്ട. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് വന്ന് നോക്കിയേ 0.5, 0.7, 0.8. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് ശരിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റ് സെയിം ആയിട്ട് വരാണെങ്കിൽ അടുത്ത എന്ത് ചെയ്യാം? രണ്ടാമത്തെ വെച്ച് നോക്കി പോവാം പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ആദ്യത്തെ വെച്ച് നോക്കി പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ 0.514, 0.7 സംതിങ് ആണ്, 0.813 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഇവിടെ 0.8 സംതിങ് ആണ്, ഇവിടെ 0.7 എന്നല്ലേ ആണല്ലോ. അപ്പൊ 0.8 ചെറുതാണ് 0.7 ആണല്ലോ. ഓക്കെ, ആ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് വലുതല്ലേ വരേണ്ടത് ആണല്ലോ. അപ്പൊ ഇവിടെ ഇതെന്താണ്? തെറ്റാണ് കേട്ടോ. 0.8 ഇത് ചെറുതാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവും പറഞ്ഞല്ലോ. ഓക്കെ, ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം എപ്പോഴും വലുതായിരിക്കും, ഓർമ്മിക്കുക പറഞ്ഞല്ലോ. സി ആയിരിക്കും ആൻസർ. അടുത്ത് താഴെ തന്നിരിക്കുന്നതിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകുന്നത് ഏതൊക്കെയാണ്? മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 3, 4, 5 ആണ്. ഇവിടെ മട്ടത്രികോണത്തിന്റെ വശങ്ങളാണെങ്കിൽ എന്തോ പ്രത്യേകത? ചെറിയ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക വലുതിന്റെ വർഗത്തിന് തുല്യമായിരിക്കും. എന്തോടാ? ചെറിയ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 2, 3, 4 ചെറിയ രണ്ട് സംഖ്യ 2, 3 അല്ലേ. അപ്പൊ 2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 എന്നറിയാം, 3ന്റെ സ്ക്വയർ എത്ര? 9 എന്നറിയാം. സമയം എത്ര? 13 കിട്ടും. ഓക്കെ ആണോ? എന്നാൽ 4ന്റെ സ്ക്വയറോ? 4ന്റെ സ്ക്വയർ എത്ര? 16 അല്ലേ. 16 അല്ലേ. ഓക്കെ, അപ്പൊ രണ്ടും തുല്യമല്ല കണ്ടോ. അപ്പൊ ഇത് വരത്തില്ല. ഇനി 3, 4, 5 അവിടെ നോക്ക്. 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ എത്ര? 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. കൂട്ടുമ്പോ എത്ര കിട്ടും? 25 കിട്ടും. ഈ 25 എന്ന് പറയുമ്പോ 5ന്റെ സ്ക്വയർ അല്ലേ ആണല്ലോ. 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ചെറിയ രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കൂട്ടുമ്പോൾ വലുതിന്റെ വർഗ്ഗം കിട്ടണം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓർമ്മിച്ചോടെ. അപ്പൊ മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരുന്ന കുറച്ച് സംഖ്യകളൊക്കെ പഠിച്ചു വെച്ചിരിക്കണ്ടല്ലോ. ഓക്കെ, 3, 4, 5 അതുപോലെ വരുന്നതാണ് 6, 8, 10 കേട്ടോ. 6, 8, 10 പിന്നെ 5, 12, 13 ഇങ്ങനെയുള്ള ചില നമ്പേഴ്സ് ഒക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. 24, 10, 26 ഇങ്ങനെയുള്ള നമ്പേഴ്സ് പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് എന്ത് ചെയ്യും? ഇടയ്ക്ക് ആവശ്യം വരും കേട്ടല്ലോ. പഠിച്ചോണേ. ഇതൊക്കെ എന്താണ്? മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരുന്ന സംഖ്യകളാണ് കേട്ടോ. വേറെ ഉണ്ട് 15 വരും, 15ഉം 8ഉം 17, 15, 8, 17. ഓക്കെ, അങ്ങനെ ഉണ്ട് പറയണ്ടല്ലോ, പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ നമ്മുടെ ഖാദിയോട് എൽസിക്കും ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവിടെ എന്താ ഒരു വ്യക്തിയെ മറികടന്ന് പോകുന്നു എന്നായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ പാലമോ തുരങ്കോ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ആകെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുമ്പോൾ ആ പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ പാലത്തിന്റെ നീളം പ്ലസ് എന്ത് ചെയ്യണം? ട്രെയിനിന്റെ നീളം എടുക്കണം. ഓക്കെ, അപ്പൊ ആ വീഡിയോ കാണാത്തോണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കാണുക പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അപ്പോ ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ മറികടന്നു എന്ന് പറയുമ്പോൾ ആ പ്ലാറ്റ്ഫോമിന് ട്രെയിനിന്റെ മുൻവശം മാത്രം കടന്നു പോയാൽ പോരാ. എന്ത് ചെയ്യണോടാ? ആ ട്രെയിനിന്റെ പുറകുവശം വരെ എന്ത് ചെയ്യണം? ആ പ്ലാറ്റ്ഫോമിന് അല്ലെങ്കിൽ പാലത്തിന് എന്ത് ചെയ്യണം? കടന്നു പോകണം. ഓക്കെ, ആ ലോജിക്ക് കിട്ടിയോ? അതായത് ഒരു പ്ലാറ്റ്ഫോമിനെയോ പാലത്തിനോ തുരങ്കത്തിനെയൊക്കെ ഒരു ട്രെയിൻ മറികടന്നു എന്ന് പറയണമെങ്കിൽ അതിന്റെ മുൻവശം മാത്രം കയറി പോരല്ലോ. ആ പാലവും കടന്ന് എന്ത് ചെയ്യണം? അതിന്റെ പുറകുവശം ട്രെയിനിന്റെ ഏറ്റവും പുറകത്തെ പോകുകയുണ്ടല്ലോ, അതുവരെ എന്ത് ചെയ്യണം? അതിനെ കടന്നു പോകണം. എങ്കിലും എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ആ പാലത്തിന് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന് മറികടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന്റെ നീളം പ്ലസ് ട്രെയിനിന്റെ മൊത്തം നീളം കൂടെ അവിടെ വരും. ഓക്കെ, അപ്പോ ഇവിടെ ആകെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്താണ്ടാ?
ആ ട്രെയിനിന്റെ നീളം 400 മീറ്റർ ആണ്, പ്ലാറ്റ്ഫോം 100 മീറ്റർ ആണ് ആണല്ലോ. അപ്പൊ ടോട്ടൽ എത്ര? 500 മീറ്റർ എന്ത് ചെയ്യണം അവിടെ ട്രെയിന് സഞ്ചരിക്കണം. ഓക്കെ, ഇനി അവിടെ ട്രെയിനിന്റെ വേഗത എത്തുന്നുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് ഒന്നുണ്ട്. എങ്കിൽ സമയമാണ് ചോദിച്ചുള്ളത് ആണല്ലോ. സമയം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗത. വേഗത 500 ബൈ എത്ര? 10 ചെയ്യുക. ഓക്കെ, 0 വെട്ടി എത്ര കിട്ടും? 50 എന്ന് കിട്ടും. 50 സെക്കൻഡ്. ഓക്കെ, കിട്ടോടാ? എളുപ്പമല്ലേ? പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ട്രെയിനൊക്കെ ഇപ്പം സ്ഥിരം കയറി വരുന്നുണ്ട് അതുകൊണ്ട്. ഇനി ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്നും 7 താഴെ നിന്നും 28 ആണ് എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയെന്നാണ്. അപ്പോൾ രവിയുടെ റാങ്ക് മുകളിൽ നിന്ന് 7 താഴെ നിന്ന് 28. പണ്ടോട്ടേ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? നമ്മള് ആ 7ഉം 28ഉം തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ 1 കുറയ്ക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ 28 എത്ര? 35 മൈനസ് 1. അപ്പൊ ആ ക്ലാസ്സിൽ എത്ര? 34 കുട്ടികളുണ്ട്. ഓക്കെ, വലിയ അത്ര പറയേണ്ട കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പോ ഒരാളുടെ മുന്നിൽ നിന്നുള്ള റാങ്കും പുറകിൽ നിന്നുള്ള റാങ്കും തരാണെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടോട് കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. കണ്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. രഘു, റാവു, റാം എന്നിവരുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 80 ആയാൽ 3 വർഷം മുമ്പ് അവരുടെ ആകെ വയസ്സ് എത്ര എന്നാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പൊ ആകെ വയസ്സ് 80 ആണ് അല്ലോ. അപ്പൊ 3 വർഷം മുമ്പ് എന്ന് പറയുമ്പോ ഇവിടെ 3 പേർക്കും എന്ത് ചെയ്യും? 3 വയസ്സ് വെച്ച് കുറയും ഇല്ലേ? ഇല്ലടാ, ഇപ്പൊ നമ്മുടെ 3 വർഷം മുമ്പത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ എന്തായി? നമ്മുടെ ഇപ്പോഴത്തെ വയസ്സുകൾ 3 കുറവല്ലേ ആണല്ലോ. 3 കുറവാണല്ലോ. അപ്പൊ അവിടെ 3 പേരുണ്ടല്ലോ. അപ്പൊ ടോട്ടൽ എത്ര കുറയും? 9 കുറയും അവിടെ ആണോ. ഓക്കെ, ഒരാൾക്ക് എന്ത് ചെയ്യും? 3 വയസ്സ് കുറയും ആണല്ലോ. അങ്ങനെ 3 പേരുണ്ടല്ലോ. അപ്പൊ എത്ര? മൊത്തം 9 വയസ്സ് കുറയും. ഓക്കെ, അപ്പൊ നിലവിൽ ഇപ്പൊ 80 വയസ്സെങ്കിൽ 3 കൊല്ലം മുമ്പ് എത്ര ആയിരിക്കടാ? 9 കുറയും. എത്ര കിട്ടും? 71 കിട്ടും. ആകെ വയസ്സാണ് കേട്ടല്ലോ. ആകെ വയസ്സ്. ഓക്കെ, 3 പേരുടെയും ആകെ വയസ്സ് എന്ന് പറയുമ്പോൾ എത്ര? 71 ആയിരിക്കും. ഓക്കെ, അപ്പൊ 3 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ 3 പേർക്ക് എത്ര 3 വെച്ച് കുറയും. ടോട്ടൽ 9 കുറയും കേട്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണേ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്താനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കീഴിൽ 25 ആൻസർ. ഓക്കെ, മിക്കവാറും ഇതെന്താ? ഈ 4 ഓപ്ഷനിലും 25 മാത്രമാണ് എന്ത്? ഒരു പൂർണ്ണവർഗമായിട്ടുള്ളത് കേട്ടല്ലോ. പൂർണ്ണവർഗം സ്ക്വയർ നമ്പർ അല്ലേ. 25 മാത്രമാണ് എന്ത്? ഒരു പൂർണ്ണവർഗമായിട്ടുള്ളത് കേട്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം? അതെടുക്കാം, ആൻസർ എടുക്കാം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഓർമ്മിച്ചോണേ. അപ്പൊ 25 ആയിരിക്കും ഇത് പൂർണ്ണവർഗം എന്ന് പറയുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 5 പറയാം. 5 പറയുകയാണെങ്കിൽ ബാക്കിയെല്ലാം രണ്ടക്ക സംഖ്യയല്ലേ. ബാക്കിയിലെ രണ്ടക്ക സംഖ്യയാണ്. 5 മാത്രം ഒരക്കേ ഉള്ളൂ ഇല്ലേ. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, ഇപ്പൊ PSC അതാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്നാൽ തൽക്കാലം എന്ത് ചെയ്യാം? ഇപ്പൊ പൂർണ്ണവർഗം വേണ്ടി 25 ആയിരിക്കും. ഇത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. 1/3 മൈനസ് 1/6 പ്ലസ് 1/9 ഇതിന്റെ വില കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമ്മൾ പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ LCM വെച്ച് ചെയ്യാം. ഞാൻ ഇപ്പൊ തൽക്കാലം LCM വെച്ച് ചെയ്യാനടാ. ഇപ്പൊ 1/3 1/6 1/9 ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 3 6 9 ആ ഛേദങ്ങളുടെ ലസാഗു എടുക്കുക. ഓക്കെ, 3 വെച്ച് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3. ഇനി എല്ലാത്തിലും പോകില്ലല്ലോ, എല്ലാം അവിടെ ഇൻറ്റു ചെയ്യാം. 3 × 1 3 3 2 6 6 3 18 എന്ന് കിട്ടും. ഓക്കെ, 18 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാ? എല്ലാത്തിനെയും എന്ത് ചെയ്യാ? എല്ലാത്തിനും ഛേദം 18 മാറ്റുക. 18 മാറ്റുക. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 1/3 അല്ലടാ ആദ്യം. 1/3 ആണല്ലോ. ഓക്കെ, ഇവിടെ ഛേദം 3 ആണോ ഉള്ളത്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യണം? 18 ആക്കണം. 3നെ 18 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 6 കൊണ്ട് മേലിൽ താഴെയും ചെയ്യാം. മൈനസ് അടുത്ത് 1/6 അല്ലേ. 6 ഇവിടെയും 6നെ 18 ആക്കുക. അപ്പൊ എന്ത് ചെയ്യാം? 6നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും? 18 ആവും. അതേപോലെ മേലും ചെയ്തേക്കുക കേട്ടല്ലോ. പ്ലസ് 1/9 അല്ലേ. അവിടെ എന്ത് ചെയ്യാം? 9നെ എത്ര ഉണ്ട്? 2 കൊണ്ട് ഗുണിക്കുക. അതേപോലെ മേലും ചെയ്യുക 2 കൊണ്ട്. ഇപ്പൊ ഛേദം 18 ആയല്ലോ. മേലിൽ 1 × 6 6/18 എന്നും മൈനസ് ഇവിടെ 1 × 3 3/18 എന്നും പ്ലസ് 2/18 എന്നും വരും. ഇപ്പൊ എല്ലാത്തിന്റെയും ഛേദം 18 ആയി ആണല്ലോ. ഇനി എന്ത് ചെയ്യാൻ മതി? 18 അതുപോലെ എഴുതിയിട്ട് മേല് 6 - 3 എത്ര? 3 3 + 2 5 എന്ന് കിട്ടും. 5/18 ഓക്കെ ആണോ?
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1-2 സ്റ്റെപ്പ് കൂടുതലാവും പറഞ്ഞല്ലോ. ഓക്കെ, അതിനെക്കാട്ടി നല്ല LCM എടുത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് തോന്നും. ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്താണ് മറ്റേ 1/3 -1/6 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആൻസർ ഓടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം, കിട്ടുന്ന ആൻസറും 1/9 കൂടെ വെച്ചിട്ട് ചെയ്യണം. സ്റ്റെപ്പ് കൂടുതലാവും, സമയം കൂടുതലാവും. അതുകൊണ്ട് LCM വെച്ച് ചെയ്യാം. അത് അവസാനത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ആദ്യത്തെ N നമ്മുടെ +1 കയറി ചോദിച്ചിട്ടുണ്ട്. N = സെറ്റ് 1 2 3 4 എക്സെട്ര എണ്ണൽ സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. S എന്ന് പറഞ്ഞിട്ട് 2 4 6 8 അത്രേ ഉള്ളൂ. ഇരട്ട സംഖ്യകളാണ്. പിന്നെ F എന്ന് പറഞ്ഞിട്ടോ 1 3 5 7 എക്സെട്ര ഒറ്റ സംഖ്യകളാണ്. അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ശരിയായിട്ടുള്ളതാണ്, 1-ലും 2-ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് എന്നാണ്. അഭാജ്യ സംഖ്യ അറിയില്ല, പ്രൈം നമ്പേഴ്സ് അറിയില്ല. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ, മറ്റ് സംഖ്യകൾ കൊണ്ടൊന്നും എന്തെങ്കിലും നമുക്ക് ഹരിക്കാൻ പറ്റത്തില്ല. ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണിത് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തേല് N = 1 2 3 4 എക്സെട്ര ഇൻഫിനിറ്റി ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലോ. ഓക്കെ, അപ്പൊ അവിടെ അഭാജ്യ സംഖ്യകൾ എന്ത് ചെയ്യും, ഒരുപാടുണ്ടാവും. ഓക്കെ, ഇവിടെ എക്സെട്ര ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ എക്സെട്ര ഉണ്ടല്ലോ. അപ്പൊ എന്ത്, അവിടെ അഭാജ്യ സംഖ്യകൾ എന്ത് ചെയ്യും, അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, 1-ലുണ്ട്. എന്നാൽ 2-ലോ, 2-ല് 2 4 6 8 അത്രേ ഉള്ളൂ ആണല്ലോ. ഓക്കെ, അവിടെ ഇപ്പൊ എക്സെട്ര ഉണ്ടായിരുന്നാലും ഇപ്പൊ 2 4 6 8 10 എക്സെട്ര ഉണ്ടെന്ന് ചോദിച്ചോ. എന്നിരുന്നാലും അവിടെ വരുന്ന അഭാജ്യ സംഖ്യകളിൽ ഒരേ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ, അത് 2. കാരണം അത് ഇരട്ട സംഖ്യകളല്ലേ, ഇരട്ട സംഖ്യകളാണല്ലോടാ. അപ്പൊ ഇരട്ട സംഖ്യയിൽ വരുന്ന ഒരേ ഒരു അഭാജ്യ സംഖ്യയാണിത് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇരട്ട സംഖ്യയിൽ വരുന്ന ഒരേ ഒരു അഭാജ്യ സംഖ്യയാണ് 2 എന്ന് പറയുന്നത്. അത് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 2. ഓക്കെ, അപ്പൊ അവിടെ എക്സെട്ര വന്നാലും ഇല്ലെങ്കിൽ എന്താ, അവിടെ ഒരേ ഒരു അഭാജ്യ സംഖ്യയുള്ളൂ 2 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ ഇതില് എന്ത് എണ്ണം അനന്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരെണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 1-ലും 2-ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം രണ്ടാമത്തിൽ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അടുത്ത് 2-ലും 3-ലും, കാരണം 2-ൽ അനന്തമല്ലല്ലോ, അപ്പം 2 അതും തെറ്റാണ്. അടുത്ത് 1-ലും 3-ലുമുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് എന്ന് പറയുമ്പോൾ അവിടെ വരാം. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആദ്യത്തെ പറഞ്ഞല്ലോ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അത് 1 3 5 7 എക്സെട്ര ഒറ്റ സംഖ്യകളാണ് നല്ലോ. അപ്പൊ അഭാജ്യ സംഖ്യയില് 2 മാത്രമേ ഉള്ളൂ ഇരട്ട സംഖ്യയായിട്ട്, ബാക്കി എല്ലാം ഒറ്റ സംഖ്യയാണ് അല്ലേ. അറിയാലോ, അഭാജ്യ സംഖ്യ അറിയാലോ, 2 3 5 7 11 13 എല്ലാം ഒറ്റ സംഖ്യ വരത്തില്ല. എന്നിരുന്നാലും മെജോറിറ്റി, അതായത് 2 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എന്താണ് അഭാജ്യ സംഖ്യയില് ഒറ്റ സംഖ്യകളാണ് പറഞ്ഞല്ലോ. അപ്പോ ഒന്നാമത്തേലും അനന്തമാണ്, മൂന്നാമത്തേലും എന്താണ് അനന്തമാണ്. ഓക്കെ, പൊയ്ക്കൊണ്ടേയിരിക്കുമല്ലോ ഒറ്റ സംഖ്യയില് പറയണ്ടോ. ഓക്കെ, അപ്പോ 1ഉം 3ഉം അവിടെ എന്താണ് ശരിയാണെന്ന് പറയാം. കിട്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളുള്ളത് അത്യാവശ്യം നല്ല ചോദ്യങ്ങളൊക്കെയാണ്. കുറെ എളുപ്പമുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് മാത്രം അല്പം ഒന്ന് അതും കുഴപ്പമില്ല. അഭാജ്യ സംഖ്യയൊക്കെ അറിയാമെങ്കിൽ എന്താ നമുക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ആണ്. ഓക്കെ, ബാക്കി ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം എളുപ്പമുള്ളതാണ്. ഓക്കെ, അപ്പൊ SCERT NCERT ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് Learn for PS എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം, അതിൽ ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യാം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ വീഡിയോ കാണുന്ന പലരും എന്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ എന്ത് ചെയ്യാം, ലൈക്ക് കൂടെ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.